ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകും. നിങ്ങളുടെ അൻസിസ്റ്റേഴ്സിന്റെ മെസ്സേജാണ് നമ്മൾ ആദ്യം ഒന്ന് നോക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ടാരോ കാർഡ്സ് കൂടി എടുക്കാവേ. ബോട്ടം വന്നിരിക്കുന്നത് എൻജോയ് സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആണ്. വളരെ നല്ല എനർജിയാണ്, കണ്ടില്ലേ? സൺ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരുന്നു, സക്സസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെതായ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്കാണ് പോകാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അതിൽ എൻജോയ് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഗാർഡിയൻ ഏഞ്ചൽ പറയുന്നത് എന്താണ്? യു ആർ നോട്ട് എലോൺ. തീർച്ചയായിട്ടും നിങ്ങൾ എലോൺ അല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. കണ്ടില്ലേ? നിങ്ങളിലേക്ക് ദൈവികമായ അനുഗ്രഹം വരുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാണെന്നുള്ള വിചാരം വേണ്ട. ഇവിടെ നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും. ഒരുപാട് പേർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങളോടൊപ്പം മറ്റ് യൂണിവേഴ്സ് ഉണ്ട്. ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് വരരുത്. നിങ്ങൾ വരേണ്ടത് എപ്പോഴും സന്തോഷത്തിൻ്റെതായ എനർജിയിലാണ്. ഇവിടെ ഹേർട്ട് ഗാർഡിയൻ ആണ് വന്നിരിക്കുന്നത്. ലവ് ആൻഡ് ലെറ്റ് യുവേഴ്സെൽഫ് ബി ലവ്ഡ്. കണ്ടില്ലേ? നിങ്ങൾ സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കുക, മറ്റുള്ളവരെയും സ്നേഹിക്കണം. സ്വയം എങ്ങനെയാണോ, നമ്മൾ എങ്ങനെയാണോ, നമുക്ക് കത്തിയെടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുറിവേൽക്കും അല്ലേ? നമുക്കത് വേദന ഉണ്ടാകും. അതുപോലെയാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ എല്ലാവരും യൂണിവേഴ്സിന്റെ സന്തതികളാണ് അല്ലേ? അപ്പോൾ അങ്ങനെ മറ്റൊരാളിനും മുറിവേൽക്കുന്നത് അപ്രകാരമാണ്. നമ്മൾ ആരെങ്കിലും പരുഷമായ വാക്ക് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയം വേദനിക്കും. അതുപോലെയാണ് മറ്റൊരു സോളിനും. അപ്പൊ എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല മനോഹരങ്ങളായ സോളുകളാണ് മറ്റുള്ളവർ. എല്ലാവരും അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും സന്തോഷത്തിലിരിക്കാൻ സാധിക്കും. നമ്മളെ സ്നേഹിക്കുക, അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. ഇവിടെ 8 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. കാരണം കണ്ടില്ല, ആവശ്യമില്ലാത്തതിനൊക്കെ ഉപേക്ഷിക്കാൻ നമ്മളിപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ എങ്ങനെയാണ് ഉപേക്ഷിക്കുക? പല കാര്യങ്ങളെയും ഉപേക്ഷിക്കുക. സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തി എല്ലായ്പ്പോഴും എന്താണ്? സ്വന്തം കാര്യത്തിൽ മാത്രമാണ് ചിന്ത. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് ഒന്നും വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ വിഷമിക്കുക ചെയ്യാനും പാടില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ പോവരുത്. മറ്റുള്ളവരോട് അസൂയ, വിദ്വേഷം ഒന്നും വെച്ച് പുലർത്താൻ പാടില്ല. കാരണം ഇത് തന്നെയല്ലേ, നമ്മൾ തന്നെയാണ് മറ്റൊരാൾ. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയുള്ള എനർജിയിൽ കഴിയുക, അതാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ നമുക്കിവിടെ ഉപേക്ഷിക്കാൻ കഴിയും. പല കാര്യങ്ങളെയും ഉപേക്ഷിച്ച് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അവനവനെ സ്നേഹിക്കുകയാണ് ആദ്യം, എന്നിട്ട് മറ്റുള്ളവരോട് സ്നേഹം വരും. സ്വയം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയും. അവരെക്കുറിച്ച് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. എല്ലായ്പ്പോഴും എന്താണ്? പോസിറ്റീവായ എനർജിയിൽ ഇരിക്കാൻ കഴിയും. പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ
സംസാരിക്കാൻ കഴിയും. എല്ലായ്പ്പോഴും നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവരും പലരും എന്താണ് പോസിറ്റീവായിട്ടുള്ള കമന്റ് കൊണ്ടിടുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു കമന്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ കമന്റ് കൊണ്ടുവരുന്നവർ അവരെ ഭരിക്കുന്നത് എപ്പോഴും ആ ഒരു എനർജിയാണ്. കാരണം ഇവിടെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ചെയ്യണമല്ലോ, അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത്? അപ്പൊ അത്തരം ഒരു ചിന്താഗതി ഉള്ളവർക്ക്, ആ ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുന്നവർക്ക് ഒരിക്കലും എന്താണ് സമാധാനത്തിലോ സന്തോഷത്തിലോ കഴിയാൻ പറ്റില്ല. മനസ്സിലായി? എല്ലാ കാര്യങ്ങളിലും നന്മ കണ്ടെത്താൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. എല്ലാ കാര്യങ്ങളും, ഒരു തീരെ ചെറിയ ഒരു പുഷ്പത്തിന് പോലും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. അല്ലാതെ വലിയ താമരപ്പൂവിന് മാത്രമല്ല സൗന്ദര്യമുള്ളത്, സുഗന്ധമുള്ളത്. എത്രയോ ചെറിയ നിസാരമെന്ന് നമ്മൾ കരുതുന്ന എത്രയോ പൂക്കൾക്ക് ഒന്ന് എടുത്തു നോക്കുക, അതിൻ്റെതായ സൗന്ദര്യമുണ്ട്, അതിൻ്റെതായ സുഗന്ധവുമുണ്ട്. മനസ്സിലായി? സുഗന്ധമില്ലാത്ത പുഷ്പങ്ങളും ഉണ്ടായിരിക്കണം. അതിലും നമ്മൾ സുഗന്ധം കണ്ടെത്തുകയാണ് വേണ്ടത്, അതിന് ഭംഗി ആസ്വദിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതാണ് പറയുന്നത് ഇവിടെ, എൻജോയ് ഗ്രോത്ത് ആൻഡ് റീപ്പ് റിവാർഡ്സ് എന്നാണ് പറയുന്നത്. ഗ്രോത്ത്, വളർച്ചയിൽ, നിങ്ങളുടെ വളർച്ചയിൽ, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു വിത്ത് ഇട്ടു, വിത്ത് പാകി, അത് വളർന്നു വരുന്നു, അത് നമുക്ക് ഫലം തരും അല്ലെ? അതിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നോ അത് തന്നെ നമുക്ക് അവരിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്ന് കിട്ടും. നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് എന്താണ്? നമ്മളൊരു കാര്യം നന്മ ചെയ്തു, മറ്റൊരാൾ നമ്മളോട് അത് ആ വ്യക്തി തന്നെ നമ്മളോട് നന്മ ചെയ്യണമെന്നില്ല, ഒരിക്കലും ഇല്ല. പകരം എന്താണ്? യൂണിവേഴ്സ് കാണുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് യൂണിവേഴ്സ് അറിയുന്നുണ്ട്. അതിന് പ്രതിഫലമായിട്ട് നമുക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നും ഇത് തന്നിരിക്കും, ഈ പ്രതിഫലം കിട്ടിയിരിക്കും. അതാണ് പറയുന്നത്, നമ്മൾ വിതച്ചത് തന്നെ നമുക്ക് കൊയ്യാൻ പറ്റും. അതാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ. നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ, നന്മ ചെയ്താൽ മാത്രമേ നമുക്ക് നന്മയുടേതായ ഫലം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്, കണ്ടില്ലേ? സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും നന്മ ചെയ്യൂ, നന്മ പ്രവർത്തിക്കൂ, യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ, മറ്റുള്ളവരെ നോവിക്കാതെ ഇരിക്കൂ. ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുത്തി നോവിക്കുന്ന സ്വഭാവം ചിലർക്കുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കൂ. കുറ്റം പറച്ചിലുകൾ ഒഴിവാക്കൂ. അസൂയ, വിദ്വേഷം, ഇതെല്ലാം മനസ്സിൽ നിന്നും കളയൂ. മനസ്സിലെ മാലിന്യങ്ങളെ കളഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ ഡിവൈൻ പ്രവർത്തിക്കും നിങ്ങളുടെ ഉള്ളിൽ. അവിടെയാണ് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അങ്ങനെ ആ അഭിവൃദ്ധിയിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി, ഐശ്വര്യ, സമൃദ്ധി ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആക്കൂ. മനസ്സിലായ പറഞ്ഞത്? അപ്പൊ നിങ്ങളുടെ ഹൃദയം ക്ലിയർ ആക്കൂ, പരിശുദ്ധമാക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് സീ യുവർ സീഡ്സ് ഗ്രോ. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സീഡ്സ് ഗ്രോ ചെയ്യുന്ന കാണാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ എന്ത് കാര്യത്തിലും നമ്മൾ മുൻകൈയെടുത്ത് എന്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ അത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെതായ പ്രതിഫലം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമുക്കത് കാണാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും, അറിയാനും പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ എല്ലായ്പ്പോഴും നമ്മൾ ഒരു ഡിവൈൻ എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? ഈ ഒരു ഡിവൈൻ എനർജിയാണ് നമുക്ക് എന്ത് കൊണ്ടുവരുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് തരുന്നത്. അതുകൊണ്ട് അതറിയാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. അതിനെ അറിയാൻ ശ്രമിക്കൂ. എന്താണ് നമ്മളുടെ ജീവിതത്തിൽ പ്രോഗ്രസ് കൊണ്ടുവരുന്നത്, അതെന്താണോ അതിനെ അറിയാൻ ശ്രമിക്കൂ. ഇവിടെ സമൃദ്ധി, ഐശ്വര്യവും വരുന്നത് എങ്ങനെയാണ്? അതിനെ അറിയാൻ ശ്രമിക്കൂ. മനസ്സിലായോ? ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി. അതോറിറ്റിയുടെ ചാർജ് ചെയ്യൂ നിങ്ങൾ. അതായത് എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങനെ കഴിയേണ്ടവരല്ല. നിങ്ങളൊരു അധികാര പദവിയിൽ ഇരിക്കേണ്ട വ്യക്തികളാണ്, ഒരു അതോറിറ്റി ഉള്ള വ്യക്തികളാണ്. കാരണം നിങ്ങൾ ജീവിതത്തിൽ കുറെ നല്ല ഉയർച്ചയിലേക്ക് വരേണ്ടവരാണ്. അതിനെന്ത് വേണോ അതിന് ചാർജ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അതിനെ ചാർജ് ചെയ്യണമെങ്കിൽ എന്താണ്?
സ്വന്തം കഴിവുകളെ വിനിയോഗിക്കാൻ പഠിക്കൂ. കഴിവുകളുണ്ട്, കഴിവുകളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. മനസ്സിലായി? എല്ലാ വിധത്തിലുമുള്ള കഴിവുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിവുകളുള്ള വ്യക്തി കഴിവിനെ കാണാതെ എല്ലായ്പ്പോഴും ഉറക്കം തൂങ്ങി അലസത ഭാവിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും വന്നു ചേരില്ല. സ്വയം നേടാനുള്ളതാണ് ഈ ഒരു അധികാരഭാവം എന്ന് പറയുന്നത്. സ്വയം നേടാനുള്ളതാണ്. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു നല്ല വ്യക്തിയായി മാറുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അധികാരഭാവത്തിലുള്ള ഒരു വ്യക്തിയായി മാറുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശ്രമിച്ചു നേടുന്നതാണ്, അല്ലാതെ വെറുതെ ലഭിക്കുന്നതല്ല. ഇവിടെ ഒരു അധ്വാന ഭാരമുണ്ട്. ഇവിടെ ഈ അധ്വാന ഭാരത്തിന് ഫലം കിട്ടണമെങ്കിൽ എന്താണ്? അതിനായിട്ട് പ്രയത്നിക്കണം, അധ്വാനിക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യൂ. ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി. അതോറിറ്റിയിലേക്ക് ചാർജ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതോറിറ്റിയിലേക്ക് ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതോറിറ്റിയിലേക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സമയം നല്ലതായി കിട്ടും. കണ്ടില്ലേ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യസമയം തെളിയും. നിങ്ങളുടെ ഭാഗ്യസമയം തെളിയുമെന്ന് മാത്രമല്ല, നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അടുത്തു വരും. അപ്പൊ ഈ ഒരുപാട് കാര്യങ്ങൾ അടുത്ത് വരുന്നതോടുകൂടി തന്നെയും ജീവിതം മെച്ചപ്പെടും. അതാണ് കാണുന്നത്. ജീവിതം മെച്ചപ്പെടുന്നതോടുകൂടി മറ്റുള്ളവർ ആദരിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കർമ്മയൊക്കെ ഫേസ് ചെയ്യുന്ന സമയമാകും, പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല സമയത്തേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സമൂഹത്തിൽ നല്ല വിലയും നിലയും ഒക്കെയുള്ള വ്യക്തിയായി മാറാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അതിനുള്ള സമയമായിരിക്കുന്നു എന്നിവിടെ പറയുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന മൂവ് ഇൻ എ ന്യൂ ഡയറക്ഷൻ, ഒരു ട്രാവലറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ തയ്യാറാവൂ. ഇവിടെ എന്താണ്? ഇവിടെ ഉയർച്ചയിലേക്ക് പോകാൻ കഴിയും. പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. പല കാര്യങ്ങളെയും ഇവിടെ മനസ്സിലാക്കാനുള്ള എനർജി ഉണ്ടാകുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കാനുണ്ട്. അത് ഒറ്റയ്ക്കൊന്ന് യാത്ര ചെയ്തു നോക്കുക. പല വിധത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള പരിചയം, പല ഭാഷകളായിട്ടുള്ള പരിചയം വരും. അപ്പോൾ അവിടെ നിന്ന് ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് വല്ലപ്പോഴും യാത്രയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും പല നാട് കാണാനും അത് അവിടെയുള്ള സംസ്കാരത്തെ അറിയാനും, ഓരോ നാടുകളിൽ ഓരോ സംസ്കാരമല്ലേ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും അവിടുത്തെ ഭക്ഷണ രീതി അറിയാനും മറ്റു പല കാര്യങ്ങളും അറിയണമെങ്കിൽ എന്താണ്, അതിന് നമുക്കൊരു അത് ഗ്രഹിക്കേണ്ടതായ ഒരു കഴിവുണ്ടാകുന്നുണ്ട്. ഒറ്റയ്ക്ക് ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്നത്. അങ്ങനെ വല്ലപ്പോഴും നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും കൂടെ പഠിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റു നമ്മൾ ഒത്തിരി പേരോട് കൂട്ടം കൂടിയുള്ള യാത്ര പോകുമ്പോൾ എന്താണ്, എപ്പോഴും സന്തോഷത്തിലിരിക്കാൻ ശ്രമിക്കും, അല്ലെ? നമ്മൾ ഒറ്റയ്ക്കൊരു യാത്ര പോവുകയാണെങ്കിലോ പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ശ്രമിക്കൂ, അങ്ങനെ ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതോടുകൂടിയുള്ള ഗുണം എന്താണ് എന്ന് നമുക്ക് നോക്കാവേ. ഫൈവ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയും. മനസ്സിലായി? ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ കൊണ്ട് വരുന്ന ഗുണം. സോറി, ഇവിടെ 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. സന്തോഷകരമായിട്ട് കണ്ടില്ല, ഇവിടെ സന്തോഷകരമായ ഫാമിലിയെ ചിലപ്പോൾ ലഭിച്ചെന്ന് വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാം. യാത്രകളിലൂടെ പലരും സോൾമേറ്റിനെ കണ്ടുമുട്ടുന്നുണ്ട്, അല്ലേ? അങ്ങനെ പിന്നീട് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും എന്നിവിടെ പറയുന്നുണ്ട്. അൻസിസ്റ്റേഴ്സിന്റെ മെസ്സേജാണ്. അതുപോലെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്. ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന എനർജിയിലേക്ക് നീങ്ങാൻ സാധിക്കും. മനസ്സിലായി? നിങ്ങൾ വിവിധ തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പോവുക, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പല പുണ്യ ക്ഷേത്രങ്ങൾ, പുണ്യ സ്ഥലങ്ങൾ ഒക്കെയും ഇങ്ങനെ കണ്ടു കേട്ടൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്ന എനർജിയിലേക്ക് നീങ്ങാൻ സാധിക്കും. ഒരുപാട് ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കാനും സഹകരിക്കാനും സാധിക്കും. എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാകും. അതൊക്കെയാണ് നിങ്ങളുടെ യാത്രകൾ കൊണ്ടുള്ള ഗുണം. അതാണ് നിങ്ങളുടെ അൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്.
പലപ്പോഴും കർമ്മ ഫേസ് ചെയ്യുന്ന സമയത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ചിലപ്പോൾ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. ഒരു കുറേ കാലം കൊണ്ട് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഉറക്കമില്ലാത്ത രാത്രിയിൽ കഴിച്ചു കൂട്ടുന്നുണ്ട്. എന്തൊക്കെയോ ചിന്തകളാണ്, എങ്ങനെ മുന്നോട്ട് വരും, അല്ല എങ്കിൽ എന്തുകൊണ്ട് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിൽ കുടുങ്ങി പല തരത്തിലുള്ള മാനസികമായ അസ്വാസ്ഥ്യം അനുഭവിക്കുക, മാനസിക വികാരങ്ങളിൽ പെട്ടുഴലുക ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ, ഉറക്കം തീരെയില്ല, അതുവഴി തലവേദന ഒക്കെയും ഉണ്ട് എങ്കിൽ, അല്ല എങ്കിൽ ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള യാത്രകൾ വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ള മനസ്സ് ശാന്തമായി കിട്ടും. മനസ്സിലായോ? അത് അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ എംപ്രസിന്റെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്കെന്ന് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.